ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 9th കെമിസ്ട്രിയിലെ 4th ചാപ്റ്റർ നോൺ മെറ്റൽസിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുൻപ് 4 ഭാഗങ്ങളായി അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർ ആദ്യം അതുപോയി കാണണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Hydrogen and oxygen can be prepared by the electrolysis of water. How is oxygen produced industrially? What is heavy water? And write any 2 uses of it. So ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഹൈഡ്രജനും ഓക്സിജനും നമുക്ക് വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൈഡ്രജൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. സോ നമ്മൾ ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനെ പറ്റി. എങ്ങനെയാണ്? ഓക്സിജൻ ഈസ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർഡ് ബൈ ദി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് ലിക്വിഫൈഡ് എയർ. ലിക്വിഫൈഡ് എയറിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് നമ്മൾ ഓക്സിജൻ ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ലാർജ് എമൗണ്ട് ഓക്സിജൻ പ്രിപ്പയർ ചെയ്യുന്നത് ലിക്വിഫൈഡ് എയറിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഇതുപോലെ തന്നെ നൈട്രജൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എങ്ങനെ തന്നെയാണ്? ബൈ ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് ലിക്വിഫൈഡ് എയർ. ഓക്കെ. Then second question, what is heavy water and write any 2 uses of it. നമ്മൾ പഠിച്ചു ഹൈഡ്രജന് 2 ഐസോടോപ്സ് ഉണ്ട്, ഡ്യൂറ്റീരിയവും ട്രിഷ്യം. അതിലെ ഡ്യൂറ്റീരിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഹെവി വാട്ടർ. അതായത് ഡ്യൂറ്റീരിയം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം ഹെവി വാട്ടർ. ആൻഡ് ഹെവി വാട്ടറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? D2O. ഓക്കെ, അപ്പോൾ ഡ്യൂറ്റീരിയം ഓക്സിജനുമായി റിയാക്ട് ചെയ്തുണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് ഹെവി വാട്ടർ. ഇനി നമുക്ക് അതിൻ്റെ യൂസസ് നോക്കാം. 3 യൂസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എന്താണ്? ആസ് മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ മോഡറേറ്റർ ആയിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നു, ഹെവി വാട്ടറിനെ. ദെൻ എന്താണ്? ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ദി ഐസോട്ടോപ്പ് ഡ്യൂറ്റീരിയം. ഡ്യൂറ്റീരിയം വാട്ടറും ചേർന്ന് ഹെവി വാട്ടർ ഉണ്ടാകുന്നു. ആൻഡ് ഈ ഹെവി വാട്ടർ യൂസ് ചെയ്ത് നമുക്ക് തിരിച്ച് ഡ്യൂറ്റീരിയത്തിനെ ഉണ്ടാക്കാനും സാധിക്കുന്നു, പ്രിപ്പയർ ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ. ദെൻ തേർഡ് യൂസ് എന്താണ്? ആസ് എ ട്രേസർ ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിൽ നമ്മൾ ട്രേസറായിട്ട് നമ്മൾ ഹെവി വാട്ടറിനെ യൂസ് ചെയ്യുന്നു. 2 യൂസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 2 യൂസസ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി കളർ ഓഫ് വെറ്റ് ഫ്ലവർ പെറ്റൽസ് ഈസ് ഫൗണ്ട് ടു ഫേഡ് വെൻ ദേ ആർ ഡ്രോപ്ഡ് ഇൻ എ ജാർ ഫിൽഡ് വിത്ത് ക്ലോറിൻ. ഗിവ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ്. Choose the chemicals from the bracket which are needed to prepare chlorine in the laboratory. Name the substance through which the gas is passed to remove the traces of water vapor formed along with chlorine. So ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ക്ലോറിൻ ഫിൽ ചെയ്ത ഒരു ജാറിൽ നമ്മൾ വെറ്റ് ഫ്ലവർ പെറ്റൽസ് ഇട്ടപ്പോൾ അതിൻ്റെ കളർ ഫെയ്ഡായി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എന്താണ് ഈ പ്രോസസ്സ്? എന്താണ് ഈ പ്രോസസ്സ്? ബ്ലീച്ചിങ് ആണ്. ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി പ്രോസസ് ഓഫ് ഡീകളറൈസേഷൻ ഓഫ് കളേർഡ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ബ്ലീച്ചിങ്. ആൻഡ് അത് ക്ലോറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ ക്ലോറിൻ്റെ സെക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് പ്രോസസ്? ബ്ലീച്ചിങ്. ദെൻ ചൂസ് ദ കെമിക്കൽസ് ഫ്രം ദി ബ്രാക്കറ്റ് വിച്ച് ആർ നീഡഡ് ടു പ്രിപ്പയർ ക്ലോറിൻ ഇൻ ദി ലബോറട്ടറി. സോ ക്ലോറിൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? പൊട്ടാസ്യം പെർമാംഗനേറ്റ് HCl-യുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ക്ലോറിൻ കിട്ടും എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതായത് KMnO4 ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ സബ്സ്റ്റൻസ് ത്രൂ വിച്ച് ദ ഗ്യാസ് ഈസ് പാസ് ടു റിമൂവ് ദ ട്രേസസ് ഓഫ് വാട്ടർ വേപ്പർ ഫോംഡ് അലോങ് വിത്ത് ക്ലോറിൻ. ടെക്സ്റ്റിൽ നമുക്ക് ആ എക്സ്പെരിമെൻ്റ് ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റും കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്ത് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഇവിടെ ഫോം ചെയ്യുന്ന ക്ലോറിനെ ഫസ്റ്റ് നമ്മൾ ഒരു വാട്ടർ അടങ്ങിയിരിക്കുന്ന ഒരു കോണിക്കൽ ഫ്ലാസ്കിലൂടെ ആദ്യം കടത്തിവിടും. പിന്നീട് H2SO4 അടങ്ങിയിരിക്കുന്ന ഒരു കോണിക്കൽ ഫ്ലാസ്കിലൂടെ നമ്മൾ കടത്തിവിടും അല്ലേ? എന്തിനാണ് നമ്മൾ പറഞ്ഞിരുന്നത്? എന്തിനാണ് H2യിലൂടെ കടത്തിവിടുന്നത്? വരുന്ന ക്ലോറിനിൽ എന്തെങ്കിലും HCl വേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ H2യിലൂടെ പാസ് ചെയ്യുന്നത്. ആൻഡ് H2SO4 പാസ് ചെയ്യുന്നതോ വരുന്ന ക്ലോറിനിൽ എന്തെങ്കിലും വാട്ടർ വേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനാണ്. സോ ക്വസ്റ്റ്യൻ വാട്ടർ വേപ്പറിൻ്റെ കേസല്ലേ ചോദിച്ചത്. അപ്പോൾ ആൻസർ എന്താണ്? H2SO4. H2SO4 കടത്തും വിടുമ്പോഴാണ് നമുക്ക് എന്ത് വാട്ടർ വേപ്പറിനെ റിമൂവ് ആയി കിട്ടുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Heat a test tube containing a little potassium permanganate crystals. Introduce a burning incense stick in the test tube. Write down the observation. Name the gas form.
Which is the method used for the industrial preparation of this gas? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഓക്സിജൻ്റെ പ്രിപ്പറേഷനെ പറ്റിയാണ്. നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്സിജൻ കിട്ടും. ആൻഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? അവിടുത്തെ ഒബ്സർവേഷനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? ബേൺ ചെയ്തിരിക്കുന്ന ഈ ഇൻസെൻസ് സ്റ്റിക്ക് കുറച്ചും കൂടെ ഒന്ന് ആളിക്കത്തും അല്ലേ? ഈ തീ ഇതിൻ്റെ ഫ്ലെയിംസ് എന്താണ്? കുറച്ചും കൂടെ കൂടും. ഈ തീ നന്നായിട്ട് ആളിക്കത്തും ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ദി ഓക്സിജൻ ഫോംഡ് ഹിയർ. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ഗ്യാസ്. എന്താണ്? ഓക്സിജൻ. ദെൻ വിച്ച് ഈസ് ദ മെത്തേഡ് യൂസ് ഫോർ ദി ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ദിസ് ഗ്യാസ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്തായിരുന്നു? നമ്മുടെ ലിക്വിഫൈഡ് എയറിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ ഈസ് നോൺ ആസ് ദി ഫ്യൂവൽ ഓഫ് ഫ്യൂച്ചർ. റൈറ്റ് എനി 2 advantages of hydrogen as a fuel. Despite these advantages, hydrogen is not usually used as a fuel. Why? സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ്? ഹൈഡ്രജനെ നമ്മൾ ഫ്യൂച്ചർ ഫ്യൂവലായിട്ടാണ് പറയുന്നത്. ആൻഡ് ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള 2 അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമ്മൾ 2 അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട് ടെക്സ്റ്റിൽ തന്നെ. എന്തൊക്കെയാണ്? ഹൈഡ്രജന് ഹൈ കലോറിഫിക് വാല്യൂ ഉണ്ട്. പിന്നെന്താണ്? അത് നോ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അവ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ കാരണമാക്കുന്നില്ല. അതുകൊണ്ട് ഇതാണ് 2 അഡ്വാൻറ്റേജസ് ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട്. ദെൻ സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് നമ്മൾ 3 പഠിച്ചു. എന്താണ്? ഹൈഡ്രജൻ ഈസ് നോട്ട് ഈസിലി അവൈലബിൾ. ഒരു കോമ്പൗണ്ട് ആയിട്ടാണ് മിക്കപ്പോഴും ഹൈഡ്രജൻ കാണുന്നത്. ഫ്രീ സ്റ്റേറ്റിൽ വളരെ ചെറിയ എമൗണ്ട് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ആൻഡ് ഹൈഡ്രജൻ ബേൺസ് എക്സ്പ്ലോസീവ്ലി ഇൻ എയർ. പെട്ടെന്ന് അത് കത്തിപ്പിടിക്കും എയറിൽ ഹൈഡ്രജൻ. ആൻഡ് തേർഡ് എന്താണ്? ദി സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് ഡിഫിക്കൽട്ട്. ഹൈഡ്രജൻ്റെ സ്റ്റോറേജും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഹൈഡ്രജനെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിട്ട് വരുന്നത്. ഓക്കെ. സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A few granules of zinc are added to a test tube containing HCl. What is the gas formed by this reaction and which is the product formed when this gas is burnt in air? അപ്പോൾ ഇവിടെ പറയുന്ന എക്സ്പെരിമെൻറ്റ് എന്താണ്? HCl നമ്മൾ സിങ്ക് ആഡ് ചെയ്യുന്നത്, സിങ്ക് ഗ്രാനുവൽസ് ആഡ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അത് നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനിലാണ് അല്ലേ? HCl നമ്മൾ സിങ്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ഫോം ചെയ്യും? അവിടെ ഹൈഡ്രജൻ ഫോം ചെയ്യും. അത് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഒരു കത്തിച്ച തീപ്പെട്ടി നമ്മൾ അതിൻ്റെ മൗത്ത് പാർട്ടിൽ വെക്കുമ്പോൾ അവിടെ എന്താണ്? പോപ്പ് ശബ്ദം ഉണ്ടാവും അല്ലേ? ഒരു പോപ്പ് ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഏത് ഗ്യാസാണ് അവിടെ ഫോം ചെയ്തത്? ഏതാണ്? ഹൈഡ്രജൻ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഗ്യാസ് എയറിൽ ബേൺ ചെയ്യുമ്പോൾ എന്ത് പ്രോഡക്റ്റാണ് ഉണ്ടാകുന്നത്? ഓക്കെ. ഇപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ബേൺ ചെയ്യുമ്പോൾ എയറുമായിട്ട് ബേൺ ചെയ്യുമ്പോൾ എന്ത് പ്രോഡക്റ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്? നമുക്കറിയാം നമ്മുടെ എയറിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. സോ ഹൈഡ്രജൻ ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അവിടെ വാട്ടർ ഉണ്ടാവും. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വാട്ടർ ഉണ്ടാകണമെന്ന് നമുക്കറിയാം. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ എയറിൽ ബേൺ ചെയ്യുമ്പോൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാവും? എന്തുണ്ടാവും? നമ്മുടെ എയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ വാട്ടർ ഫോം ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൈട്രജൻ ഈസ് ആൻ ഇൻഎവിറ്റബിൾ എലമെന്റ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. Write down any one method by which atmospheric nitrogen reaches the soil. Write any 2 other uses of nitrogen. സോ പ്ലാന്റ് ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു എലമെന്റ് തന്നെയാണ് നൈട്രജൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ നമ്മുടെ പ്ലാന്റ്സിൽ അല്ലെങ്കിൽ സോയിലിൽ എത്തുന്ന ഒരു മെത്തേഡിനെ പറ്റി പറയാനല്ലേ? റൈറ്റ് ഡൗൺ എനി 1 മെത്തേഡ്. ഏത് മെത്തേഡാണ്? ലൈറ്റ്നിങ് അല്ലേ? അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിരുന്നു അല്ലേ? എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. അത് കാണാത്തവർ ആ വീഡിയോ പോയി കാണണം. സോ മെത്തേഡ് എന്താണ്? ലൈറ്റ്നിങ് വഴി. ഓക്കെ. ലൈറ്റ്നിങ് വഴി അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നമുക്ക് പ്ലാന്റ്സിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഇൻ 2 other uses of nitrogen. നൈട്രജൻ്റെ യൂസസിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? 4 യൂസസ് ആണ് നമ്മൾ പഠിച്ചത്. ഇൻ ദി മാനുഫാക്ചർ ഓഫ് നൈട്രോജീനസ് ഫെർട്ടിലൈസേഴ്സ്. നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചറിൽ അതിൻ്റെ ഉൽപ്പാദനത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നു. സെക്കൻഡ് എന്താണ്? ഫോർ ഇൻഫ്ലേറ്റിംഗ് ടയേഴ്സ് ഓഫ് വെഹിക്കിൾസിലെ ടയേഴ്സിൽ ഈ കാറ്റൊക്കെ നിറയ്ക്കാൻ വേണ്ടി നമ്മൾ നൈട്രജൻ യൂസ് ചെയ്യും. ദെൻ ലിക്വിഡ് നൈട്രജൻ ഈസ് യൂസ് ആസ് എ റെഫ്രിജറൻറ്റ്. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ലിക്വിഡ് നൈട്രജനെ നമ്മൾ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? ടു അവോയ്ഡ് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇൻ ഫുഡ് പാക്കറ്റ്സ്.
ഫുഡ് പാക്കറ്റ്സിൽ ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഫുഡ് പെട്ടെന്ന് തന്നെ ചീത്തയാവും. സോ ഓക്സിജൻ്റെ പ്രസൻസ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 3 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് എന്താണ്? ദി മോഡറേറ്റർ യൂസ്ഡ് ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ. എന്താണ്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഹെവി വാട്ടർ പഠിച്ചപ്പോഴല്ലേ, ഹെവി വാട്ടർ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഹെവി വാട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ മെയിൻ സബ്സ്റ്റൻസ് കോസിംഗ് ദി ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ ഈസ്. ഇപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാക്കുന്ന മെയിൻ സബ്സ്റ്റൻസ് എന്തായിരുന്നു? CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു, അത് പാർട്ട് 1 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത് കാണാത്തവർ അത് പോയി കാണണം, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാക്കുന്ന സബ്സ്റ്റൻസ് ഏതാണ്? CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മോസ്റ്റ് അബൻഡന്റ് ഗ്യാസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്യാസ് ഏതാണ്? നൈട്രജൻ. സെക്കൻഡ് വരുന്നത് ഓക്സിജൻ. ആൻഡ് നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓക്സിജനും നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹൈഡ്രജനും ആണ്. സോ ഈ 3 കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം, എല്ലാവർക്കും മാറിപ്പോകുന്നതാണ്. സോ ഇത് ഒരുപാട് വട്ടം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇത് മാറിപ്പോവാതെ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി കെമിക്കൽസ് റിക്വയർഡ് ടു പ്രിപ്പയർ ഹൈഡ്രജൻ ഇൻ ലബോറട്ടറി? Write the balanced chemical equation of this reaction. Which type of reaction is this? Decomposition, combination, displacement or double decomposition? So first question എന്താണ്? ലബോറട്ടറിയിൽ നമുക്ക് ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് ഏതൊക്കെയാണ്? HCl-ഉം സിങ്കും. HCl-ഉം സിങ്കും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ZnCl2ഉം H2, അതായത് ഹൈഡ്രജനും കിട്ടും. സോ ഇതാണ് ഹൈഡ്രജൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താണ്? 2HCl പ്ലസ് Zn ഗീവ്സ് ZnCl2 പ്ലസ് H2. ഇതാണ് ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ദിസ്? എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണിത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. HCl സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? ZnCl2ഉം കിട്ടും, H2ഉം കിട്ടും അല്ലേ? അപ്പോൾ Hന്റെ സ്ഥാനത്ത് ഇവിടെ Zn വരുവാണ്, സോ ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസ് യൂസ് ഓഫ് CFC causes depletion of ozone layer. What is CFC? How does the excess use of CFC cause depletion of ozone layer? How is ozone layer depletion harmful to the living system and environment? So ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, CFC നമ്മൾ അധികം യൂസ് ചെയ്യുമ്പം ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് CFC? CFC എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓക്കെ, ക്ലോറോ ഫ്ലൂറോ കാർബണിന്റെ ഷോർട്ട് ഫോം ആണ് CFC. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് ദി എക്സസ് യൂസ് ഓഫ് CFC കോസ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ? CFCയുടെ എക്സസ് യൂസ് എങ്ങനെയാണ് ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാക്കുന്നതെന്നല്ലേ? അപ്പം നമ്മളത് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് എന്താണ്? CFC റിലീസ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ, റീച്ച് ദ സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് ബ്രേക്ക് ഡൗൺ ബൈ ദി ആക്ഷൻ ഓഫ് UV റേസ്. അപ്പം നമ്മുടെ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന AC-യിൽ നിന്നും സ്പ്രേ പോലുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ റിലീസ് ചെയ്യുന്ന CFC അറ്റ്മോസ്ഫിയറിലെ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിയിട്ട് അവിടെയുള്ള UV റേസിന്റെ ആക്ഷൻ വഴി CFC ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ CFC എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതായത് ക്ലോറിൻ ഫ്ലൂറിൻ കാർബൺ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു കോമ്പൗണ്ട് ആണ് CFC. സോ CFCയിൽ വന്ന് UV റേസ് തട്ടുമ്പോൾ CFC ബ്രേക്ക് ഡൗൺ ആയിട്ട് എന്താണ്? ക്ലോറിൻ ഫ്ലൂറിൻ കാർബൺ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അതുവഴി എന്താണ്? ക്ലോറിൻ റിലീസ് ചെയ്യാണ് അല്ലേ? ദിസ് ക്ലോറിൻ ഡീകമ്പോസസ് ഓസോൺ മോളിക്യൂൾസ് ഇൻ ടു ഓക്സിജൻ. അപ്പോൾ ഈ ക്ലോറിൻ എന്ത് ചെയ്യും? നമ്മുടെ ഓസോൺ മോളിക്യൂൾസിനെ ഓക്സിജൻ ആയിട്ട് മാറ്റും. ദിസ് ഡിസ്റ്റർബ്സ് ദി ഇക്വിലിബ്രിയം ഇൻ ദി ഓസോൺ ഓക്സിജൻ സൈക്ലിക് പ്രോസസ്. അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന ഒരു ഓക്സിജൻ സൈക്ലിക് പ്രോസസ് ആണല്ലേ? ഓക്സിജനിൽ വന്ന് UV റേസ് തട്ടുമ്പോൾ, ഹൈ എനർജി UV റേസ് തട്ടുമ്പോൾ അത് ഓസോണായിട്ട് മാറും. ഓസോണിൽ ലോ എനർജി UV റേസ് തട്ടുമ്പോൾ അത് ഓക്സിജനായിട്ട് മാറും അല്ലേ? അപ്പം ഈ വരുന്ന ക്ലോറിൻ ഓസോൺ മോളിക്യൂൾസിൽ തട്ടുമ്പോൾ അത് ഓക്സിജനായിട്ട് മാറും. സോ അവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഫോം ചെയ്യുന്ന എല്ലാ ഓസോൺ മോളിക്യൂൾസിലും ഇങ്ങനെ ക്ലോറിൻ വന്ന് തട്ടുമ്പോൾ അവിടെ ഓക്സിജൻ ഫോം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓസോൺ ഫോർമേഷൻ അവിടെ ഒരു തടസ്സം വരും. ഓക്കെ, ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓസോൺസിനെ ക്ലോറിൻ വന്ന് ഓക്സിജൻ ആക്കുന്നത് കൊണ്ട് അറ്റ്മോസ്ഫിയറിൽ ഓസോൺ ഫോർമേഷന് ഒരു തടസ്സം വരും.
അതാണ് ഇവിടെ പറയുന്നത്. ദിസ് ഡിസ്റ്റർബ്സ് ഇക്വിലിബ്രിയം ഇൻ ദി ഓസോൺ ഓക്സിജൻ സൈക്ലിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ CFCയുടെ ഓവർ യൂസ് ഓസോണിലെ ഡിപ്ലീഷന് കാരണമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിന്റാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഹാംഫുൾ ടു ദി ലിവിങ് സിസ്റ്റം ആൻഡ് എൻവയോൺമെന്റ്? എങ്ങനെയാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ വഴി നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ UV റേസ് എല്ലാം നമ്മുടെ ഭൂമിയിലോട്ട് പതിക്കും, അത് നമ്മുടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും. നമ്മുടെ ഭൂമിയിലോട്ട് UV റേസ് വരുന്നത് തടയുന്നത് ആരാണ്? ഈ ഓസോൺ ലെയറാണ്. സോ ഓസോൺ ലെയർ ഡിപ്ലീഷൻ വഴി UV റേസ് എല്ലാം നമ്മുടെ ഭൂമിയിൽ പതിക്കും. അതാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഹാംഫുൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ക്ലോറിൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി കെമിക്കൽസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഇൻ ദി ലബോറട്ടറി? ക്ലോറിൻ ഗ്യാസ് ഈസ് പാസ് ത്രൂ വാട്ടർ ബൈ. Chlorine gas is passed through concentrated sulfuric acid by. And how is bleaching powder prepared? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്ലോറിൻ ഗ്യാസിൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എന്തൊക്കെയാണ്? KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റും കോൺസെൻട്രേറ്റഡ് HCl ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കെമിക്കൽസ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഗ്യാസ് ഇസ് പാസ് ത്രൂ വാട്ടർ ബൈ. നമ്മൾ ഫസ്റ്റ് അതിനെ വാട്ടറിലൂടെ പാസ് ചെയ്യിക്കുന്നു. എന്തിനാണ്? വരുന്ന ക്ലോറിനിൽ എന്തെങ്കിലും HCl വേപ്പേഴ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും HClന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ വാട്ടറിലൂടെ കടത്തിവിടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്തിനാണ് സൾഫ്യൂരിക് ആസിഡ് H2SO4ലൂടെ കടത്തിവിടുന്നതെന്നാണ്. ആൻഡ് എന്തിനാണ് H2SO4ലൂടെ കടത്തിവിടുന്നത്? ഇതിലൂടെ വരുന്ന ക്ലോറിനിൽ എന്തെങ്കിലും വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ H2SO4ലൂടെ കടത്തിവിടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർഡ്? എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത്? ബ്ലീച്ചിങ് പൗഡർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ബൈ പാസിംഗ് ക്ലോറിൻ ഗ്യാസ് ഓവർ സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈമിലൂടെ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ കിട്ടുന്നത്. സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്മായം. സോ കുമ്മായത്തിലൂടെ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഈ ചാപ്റ്ററിനെ പറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോസ് കണ്ടില്ലെങ്കിൽ അത് പോയി ആദ്യം കാണണം. അതിൽ നിന്ന് മാത്രമേ ഇതുവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.